യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനെൻ്റെ ട്രീസാണ് കാണിക്കാൻ പോകുന്നത്. പല പല ഫ്രൂട്ട്സ്, പിന്നെ ഭയങ്കര പച്ചക്കറികൾ കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ കവുങ്ങും തൈ, തെങ്ങ്, അതൊക്കെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു ആപ്പിൾ ചാമ്പക്കേൻ്റെ മരം, അതൊരു ആപ്പിൾ ചാമ്പക്കയുണ്ട്, ചെറിയ ചെറിയ. അത് വലുതായി വലുതായി വരുന്നുണ്ട്. വലുതായി വലുതായി വന്നാൽ നമുക്കത് തിന്നാം. പിന്നെ വേറൊരു മരമുണ്ട്, ഇതാ അത്തി. കായുള്ള അത്തി ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ കായുള്ള അത്തി. നല്ല ഔഷധമുള്ള കായാണ്. പേരൊക്കെ വെക്കാം. പിന്നെ പഴുത്താൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത മാംഗോസ്റ്റീൻ ട്രീയിലേക്ക് പോകാം. ഇത് ഉണങ്ങിയ പേരയ്ക്ക് നല്ല ഉഷാർ പേരയ്ക്ക്. ഇതാണ് ഞങ്ങളുടെ മാംഗോസ് ട്രീ. ഇത് ഒരു ദിവസം മാംഗോസ്റ്റ് ഉണ്ടായിരുന്നു. പഴുത്ത് നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി പോലെയാണ് എൻ്റെ ഉള്ളിൽ കാണാൻ. ഈ മാംഗോസ്റ്റീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. മാംഗോസ്റ്റീൻ എന്നാണ് പേര്. ഇത് നല്ലോണം വെള്ളം വേണം. മാംഗോസ്റ്റീന് മഴക്കാലത്താണ് ഇത് പഴുക്കുക. ഇത് നല്ലോണം വെള്ളം ഒഴിച്ച് വെക്കണം അതിൻ്റെ തൈയൊക്കെ നടുകയാണെങ്കിൽ. ഇപ്പോൾ കാണുന്നത് അത് എൻ്റെ വീടാണ്. ഇതാണ് ചെറിയ തെങ്ങും തൈ. ഇതുപോലെ എന്തോ കടിച്ചതാണ്. നല്ല തെങ്ങും തൈ നമുക്ക് പോകാം. തെങ്ങും തൈ തോട്ടത്തിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ തെങ്ങും തൈ കുഴിച്ചിട്ട സ്ഥലം. നല്ലോണം വലുതായാലും ഇത് മാറ്റി കുഴിച്ചിടും. ഒക്കെ കാണിക്കുക. ഇനി നമുക്ക് കവുങ്ങും തൈ തോട്ടത്തിലേക്ക് പോകാം. പാപ്പാൻ്റെ കവുങ്ങും തൈയാണത്. പാപ്പ നട്ടു വളർത്തിയ കവുങ്ങും തൈ. 100 കവുങ്ങും തൈയാണ് പാപ്പ നട്ടു വളർത്തിയത്. നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ല പൊള്ളിയാണ്. പാപ്പാരെ കവുങ്ങും തൈ കണ്ടില്ലേ നിങ്ങളെല്ലാവരും? വേനൽക്കാലത്ത് വെള്ളമില്ലെങ്കിൽ ഓലിട്ട് കൊടുത്താൽ മതി. ഇതാണ് ഞങ്ങളുടെ തെങ്ങും തൈ. നേരത്തെ കാണിച്ച ആ കവുങ്ങും തൈനെ കാട്ടും നല്ല വലിയ കവുങ്ങും തൈയാണ്, ഒന്നും കടിക്കാത്ത. ഇനി നമ്മൾക്ക് തിരിച്ച് മറ്റുള്ളതൊക്കെ കാണാൻ പോകാം. മാംഗോസ്റ്റിൻ്റെ ഒരു മരം കൂടി ഉണ്ട് ഇവിടെ, അതും നമുക്ക് കാണാം. പിന്നെ ആപ്പിൾ ചാമ്പക്കേൻ്റെ ഒരു മരവടിയുണ്ട്. ആപ്പിൾ ചാമ്പക്കേൻ്റെ ഒരു മരവടിയുണ്ട്, അവിടേക്ക് പോവാം. ഞങ്ങളിവിടെ കുറേ മരങ്ങൾ പേരുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ നിങ്ങൾക്ക് കുറേ മരങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിയും. മുഴുവനായിട്ട് എന്തായാലും കാണണം. ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകൾ എന്തായാലും ചെയ്യാൻ മറക്കരുത്. ഇതാണ് ആപ്പിൾ ചാമ്പക്കേൻ്റെ വേറൊരു മരമാണ് ഞങ്ങൾ. ഇത് നല്ലോണം കാട് പിടിച്ച് എടുക്കുന്ന മരമാണ്. ഇതിലാണ് അധികം മാംഗോസ്റ്റ് ഉണ്ടാവുക. ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് കുറേ മാംഗോസ്റ്റീൻ കിട്ടാറുള്ളത്. അതിനേക്കാട്ട് കൂടുതൽ കിട്ടാറുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആപ്പിൾ ചാമ്പക്കേൻ്റെ മരം, അതിനെ നമുക്ക് കാണാം. ഇതും ഒരു ആപ്പിൾ ചാമ്പക്കേൻ്റെ മരമാണ്. ഇതിൽ ആപ്പിൾ ചാമ്പക്ക ഉണ്ട്. നമുക്കിത് പറിക്കാം. ചെറുതാണ്, ഇത് നല്ലോണം വലിയതാകും. കുറച്ച് റോസ് കളറൊക്കെ ആവും. ഇത് ഞങ്ങളുടെ കുരുമുളക്. ഇതാണ്
ഉണ്ട് കുരുമുളക്. ഇതാണ് ഞങ്ങളുടെ മൈലാഞ്ചി. നിറച്ച് കുരുമുളകുണ്ട് ഇതിൽ. ഇത് ഞങ്ങളുടെ മൈലാഞ്ചിയാണ്. ഇത് അരച്ച് തേക്കാറുണ്ട് അവര്. ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട്, അല്ല ലോക്ക്ഡൗൺ അല്ല സോറി, ഈ കൊറോണ ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ മൈലാഞ്ചി അരച്ച് കൈ തേക്കാനൊക്കെ പറ്റും. ഇതാ ഞങ്ങളുടെ തറവാട്. പാപ്പ ചെറിയ കുട്ടിയാരോ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇത് പഴയ മോട്ടറൊക്കെയാണ്. ഇത് ഇപ്പോഴും വർക്ക് ചെയ്യും. നമുക്ക് പോകാം. ഇത് വീടുണ്ടാക്കുമ്പോൾ തന്നെ കെട്ടിയ കിണറാണ്. അവിടെ ഒരു പേരക്കാന് വരണ്ടു. പേരക്കാന വനമുണ്ട്. നമുക്ക് അത് കാണിക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് മൾബറി കാണിക്കാം. നല്ല ടേസ്റ്റുള്ള മൾബറി ഒക്കെ ഉണ്ട് ആളുടെ. പക്ഷെ ഇത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നു, അത് ഞാൻ തിന്നു നേരത്തെ. ഇനി നമുക്ക് ഇതാ പേരക്ക മരം. പേരക്ക പേരക്ക ഉണ്ടാകുന്നുണ്ടായിരുന്നു മഴക്കാലത്ത്. ഇത് ചാമ്പക്ക. ഇത് ചാമ്പക്കയാണ്, വെറും ചാമ്പക്ക. ഇതാ ചാമ്പക്ക ഉണ്ടാകുന്നുണ്ട്. അത് തിന്നതാണോ ഉണ്ടാകുകയാണോ അറിയില്ല. നമുക്കിനി കുറച്ച് അങ്ങോട്ടൊക്കെ പോകാം. അവിടെയൊക്കെ കുറച്ച് കുറേ മാവൊക്കെ ഉണ്ട് ഇവിടെ. മാവ് കുരുമുളക് ഇവിടെ അടുത്ത്. ഇവിടെ മുൾച്ചെടി, ഞങ്ങളുടെ മുൾച്ചെടി. ഇത് നമ്മളെ ഇതില്ലേ കറി നോക്കാം. കളറ് നൽകുന്ന ആ സാധനമാണിത്. അതിന്റെ മരമാണിത്. ഇത് മുള്ളൊക്കെ നല്ലോണം ചെത്തിയിട്ട് ഇനി നമുക്ക് വാപ്പാൻ്റെ സീമൊക്കെ ഒന്നതിൻ്റെ കണ്ടുണ്ട്. പാപ്പ വിളിച്ചിട്ട് ആടേക്ക് പോകാം. ആടിയാ ഇതാണ് ഞങ്ങളുടെ അംശ സീമക്കൊന്ന. 1 2 3 4 5 6 7 സീമക്കൊന്നുണ്ട്. എത്ര സീമക്കൊന്നുണ്ട്? 7 4. ഇതാണ് ഞങ്ങളുടെ പുറ്റ്. ഇതിൽ പാമ്പുള്ള പുറ്റാണ്. ഇത് എത്ര പ്രളയം വന്നാലും ഇത് ഇടിയില്ല. 2 പ്രളയത്തിനെ താങ്ങിയതാണിത്. ഇതാ നമുക്ക് പുറകെ പോവാം. നമുക്ക് എന്താ കാണിക്കണം? താഴോട്ട് പോവാം. കുഞ്ഞിയെ ഇതാണ് ഈന്ത് പറിച്ച് മുറിച്ച് ഉണക്കാറുണ്ട് ഞങ്ങള്. ഈന്ത് നല്ല മീനൊക്കെ ഇട്ട് പുഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണിത്. ഇത് കിട്ടുമ്പോൾ ഞങ്ങൾ ഇതിന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ. അവിടെയൊക്കെ തൊഴിലുറപ്പ് കഴിഞ്ഞതാണ്. ഇപ്പം കഴിഞ്ഞിട്ടുള്ള തൊഴിലുറപ്പ് ഇപ്പം പോയിട്ടേ ഉള്ളവരൊക്കെ. അമ്പിയേ ചക്കയും മാവും കൂടെ കുറേ ഉണ്ട്. പിന്നെ സീമക്കൊന്നുണ്ട്. ആടേക്കൊക്കെ കുറേ സീമക്കൊന്ന. ചക്ക ഇത് പുഴുങ്ങി നല്ല ടേസ്റ്റാണ്, തേങ്ങ ഇട്ടിട്ട്. പിന്നെ പഴുത്ത പഴഞ്ചക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ചക്ക കൊണ്ട് ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കുക? എത്രയോ സാധനം ഉണ്ടായിട്ടൂടെ.
ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച കോഴികളൊക്കെ കോഴിക്ക് ഇവിടെയൊക്കെ തിന്നാണ് കോഴി. തൊഴിലുറപ്പുകാർ കൊത്തിയാണ് കോഴിയൊക്കെ അവിടെ നിന്ന് തിന്നാണ് നമുക്ക്. ഇത് മാവാണ്, തൊഴിലുറപ്പുകാർ വെച്ചതാണ് അരിവാളൊക്കെ. രാവിലെ കാണാൻ നല്ലോണം പലതരത്തിലെ കിളികളൊക്കെ ഉണ്ടാവും. രാവിലെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്കൊന്നും അതൊന്നും ഓർമ്മയില്ലേ. രാവിലെ വീഡിയോ എടുത്താൽ എല്ലാത്തിൻ്റെ കരച്ചിലൊക്കെ കേൾക്കും. പലതരത്തിലെ കിളികളൊക്കെ ഉണ്ടാവും. അത്രയും കളറിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാണാം. കുരുമുളക് കുരുമുളക് പറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളുടെ നാടൻ കുരുമുളകാണ് ഞങ്ങൾ ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കറിയിലൊക്കെ ഇടുന്നത്. ഞങ്ങൾ കറികളെ ഇതിലൊക്കെ വീഡിയോയിലൊക്കെ ഞങ്ങൾ കുരുമുളക് ഇടുന്ന കാണിക്കാം. ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് പഠിച്ച് കുരുമുളക്. പോത്ത് ഇതൊക്കെ ഞങ്ങളുടെ തെങ്ങാണ്. പിന്നെ അപ്പുറത്ത് വണ്ടിയൊക്കെ ഉണ്ട്. വാ നമുക്ക് ഇത് ഞങ്ങളുടെ പറമ്പാണ്. ഇത് കാണിച്ചു നോക്കി. ഇതുവരെ കാണിച്ചു നോക്കാം ഞങ്ങളുടെ പറമ്പ്. ഇനി നമുക്ക് പറമ്പിൻ്റെ മേലോട്ടേക്ക് കയറി പോവാം. ഇപ്പോൾ ഒക്കെ കുറേ താഴെയാണ് കാണിച്ചത്. ഇനി മേലെ കയറാം. മുരിങ്ങ കാണാം. ഇതിനെക്കാട്ടും നല്ല മുരിങ്ങയൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. താഴെയാണുള്ളത്. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് പോകണം. അത് വീഡിയോ കാണിക്കാമല്ലോ. അതിന് മുമ്പ് ഞങ്ങൾ മേലോട്ട് പോയിട്ട് കാണിക്കാം. ഞങ്ങളിവിടെ പോത്തുണ്ടായിരുന്നു, പക്ഷേ അതിനിപ്പോൾ വിറ്റ്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതിന് രണ്ടെണ്ണത്തിനെ ഇപ്പോൾ വിറ്റുമായിരുന്നു. പുല്ലൊക്കെ കുറവായതുകൊണ്ട് അവിടെ തിന്ന് തീർത്തതുകൊണ്ട് പുല്ലിപ്പോൾ കുറവാണ്. അവിടെ കാണുന്നത് അണ്ടീൻ്റെ മരമാണ്. ഇത് അണ്ടീൻ്റെ മരത്തിൽ ഞങ്ങൾ എത്രയോ അണ്ടി വറക്കാറുണ്ട്, വിൽക്കാറുണ്ട്. ഇതാണ് അണ്ടീൻ്റെ മരം. ഇതാണ് അതിൻ്റെ ഇല്ല. നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് ക്ലിയറാണ്. വണ്ടിയുടെ മരമൊക്കെ മേലേക്ക് ഉണ്ട് കുറേ. ഇതൊക്കെ കാണാം. അവിടെയുള്ള പോത്ത് ഞങ്ങളതല്ല, ഞങ്ങളെ പോത്ത് വിറ്റു. അവിടെ നല്ല കാടാ. ഇതാ വെള്ളത്തിൽ കലക്കുന്ന സാധനത്തിൻ്റെ കളർ നൽകുന്ന സാധനത്തിൻ്റെ മരം ഇവിടെ കുറേ ഉണ്ട്. മുള്ളുള്ള നമുക്ക് മേലോട്ടേക്ക് പോകാം. മേലോട്ടാണ് ഞങ്ങളിപ്പോൾ കയറി പോവുകയാണ്. അന്നേരം അതൊക്കെ കാണിക്കുന്നത്. കാടില്ലാത്ത സ്ഥലത്ത് ഇതാണ് അണ്ടിൻ്റെ മരം. അണ്ടിൻ്റെ മരം ഉണ്ട് കുറേ എണ്ണം. മാവും ഉണ്ട്. മാവാണ് കൂടുതൽ. മാവും പ്ലാവും ആണ് കൂടുതലായിട്ടുണ്ട്. തെങ്ങ് കവുങ്ങ് ഇതൊക്കെ പാപ്പ കുഴിച്ചിട്ട സംഭവമാണ്. നമ്മൾ പുളിമരത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാം. കൈതച്ചക്ക, പുളി. ഇവിടെ ആണെങ്കിൽ പാമ്പുകളൊക്കെ കുറേ ഉണ്ടാകാറുണ്ട് സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ പുളിമരത്തിൻ്റെ അടുത്താണ് പോയത്. പുളിമരത്തിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. അപ്പോൾ വറ്റിപ്പോയി വെള്ളമൊക്കെ. അധികം മേലോട്ട് അവിടെ കുറേ കാടൊക്കെയാണ്. അതുകൊണ്ട് അന്ന് അവിടേക്ക് പോകുന്നില്ല. കുളത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതാണ് പുളിമരതാ. ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് പുളിമരം. ഇതിപ്പോൾ പുളിയില്ല. കുട്ടികളൊക്കെ ഞങ്ങൾ എറിഞ്ഞ് തള്ളിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറിയൊരു കുളം. പിന്നെ ചെറിയ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വറ്റിപ്പോയതാണ്.
ഇതാടെ കാണുന്നത് ചക്കയാണ്. കൈതച്ചക്കയാണ്. ഇത് കൈതച്ചക്ക ഉണ്ടാവും. കൈതച്ചക്കന്റെ തോട്ടാണ്, കുറെ ഉണ്ട് ആടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചക്ക മൂർക്കനൊക്കെ സ്ഥലമാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ കീരി വന്നതോടെ മൂർക്കനൊക്കെ പോയി. നമുക്ക് ആടേക്കൊക്കെ ഇതാ കുറെ ഉണ്ട് അണ്ടിന്റെ. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. സീമക്കൊന്നായി അതൊക്കെ മേലോട്ടേക്കുണ്ട്. മേലോട്ടൊക്കെ കയറണം. ഇനിയും കുറെ കയറാനൊക്കെ ഉണ്ട്. നമുക്ക് തിരിച്ച് താഴോട്ട് തന്നെ പോകാം. തിരിച്ച് താഴോട്ട് കുറച്ചുകൂടി സ്ഥലം ഇതിന്റെ ഇതൊക്കെ കാണിക്കാനുണ്ട്. മേലോട്ട് ഞങ്ങൾ അധികം പോകുന്നില്ല. താഴോട്ടേക്കാണുള്ളത് നല്ല ചീര. താഴോട്ടേക്ക് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഞങ്ങൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്. വീടിന്റെ അടുത്താണ് അധികം ഇതൊക്കെ ഉള്ളത്, കൃഷികളൊക്കെ ഉള്ളത്. കൂടുതലായിട്ട് വാഴയും ചീരയൊക്കെ ഉണ്ട്. അകത്തി ചീരയൊക്കെ. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവുകയാണ്. നമുക്ക് കാണിക്കാം കേട്ടോ. വീടിന്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് ഞങ്ങളുടെ കറിവേപ്പില. ഇതൊരു കറിവേപ്പിലയാണ്. ഇതാണ്. ഇനി ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഞങ്ങള് പിസ്ത ലിച്ചിയാണ്. ഇതാണ് ലിച്ചി. നമ്മൾ ലിച്ചിന്റെ പഴം ഉണ്ടാക്കാനൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസമൊക്കെ കഴിയും. ഇത് പിസ്തന്റെ മരമാണ്. എന്താ പിസ്ത. നമുക്ക് ഇതാണ് കുടംപുളി കാണിക്കാം. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന്. അത് കുഴിച്ചിട്ട് ഇത്രയും വലുതായതാണ്. പിന്നെ ഇത് വാഴ. അതെ, വാഴ ഉണ്ട് കുറെ ഇവിടെ. അകത്തിച്ചീരയാണിത്. ഇത് അകത്തിച്ചീര. കുറെ വാഴ ഉണ്ടായിരുന്നു. പന്നിയാണ് ഇതൊക്കെ കൊത്തി അരത്തിട്ട് ഇപ്പൊ കുറച്ചേ ഉള്ളൂ. അതാണ് ചീര. വാഴയാണ് ഇതൊക്കെ. വാഴ വഴുതിനി ഇതിനാണ്. ഇത് നേരത്തെ ചീര തന്നെ. ഇത് അകത്തിച്ചീരയാണ്. അകത്തിച്ചീര നല്ലതാണ്. പിന്നെ ഇതൊക്കെ വാഴ. പിന്നെ വഴുതിനി ഒക്കെ ആണ്. കുഞ്ഞ് എവിടെ പോയി? വീഡിയോയിൽ കുഞ്ഞിനെ കാണുന്നില്ലല്ലേ. കുഞ്ഞിനെ നമുക്ക് വിളിക്കാം. കുഞ്ഞ് ഭയങ്കര പണിയിലെന്തോ ചെയ്തു. നമുക്ക് നിങ്ങളെ വീട് കാണിക്കാം. ഇത് അവിടെ സീമക്കൊന്നുണ്ട്. കാണുന്നതാണ് ഞങ്ങളുടെ വീട്. കാണുന്നത് നമ്മളെ വലിയ ചീര. വലിയ ചീര കാണിക്കതാ. മുരിങ്ങ. വലിയ മുരിങ്ങയാണിത്. ഫ്ലോഗ് വെച്ചിട്ട വലിയ മുരിങ്ങ ഇപ്പോൾ ഞങ്ങൾ ഇതിൽ എടുക്കാറുണ്ട്. മേലോട്ട് കാണിക്കുമ്പോൾ വീഡിയോയിൽ ക്ലിയർ വരുന്നില്ല തോന്നുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പ് തന്നെ ഒരത്തിയുണ്ട്. ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഉപ്പേരി വെക്കുന്ന വീഡിയോ എടുക്കാം. 5 മാസത്തിലൊക്കെ പറയാം ഇത് പഴുക്കുന്നത്. ഇത് അങ്ങനെ പഴുക്കാറില്ല. വീട് നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് കാറ്. നിങ്ങൾ താമസിക്കുന്ന വീട്. ഇപ്പോൾ ഇവിടെ ഒരു കറിവേപ്പിലുണ്ട്. ഇനി നമുക്ക് പിന്നെയും താഴത്തേക്ക് പോകാം. നമുക്ക് ആടെ എവിടെ കാണാം. ഇതാണ് ആടല്ലോ ഉടകം.
ഇത് തെങ്ങും തൈ. തെങ്ങും തൈ ഇതാ. തെങ്ങിൻ തൈ. ഇത് ഞങ്ങളുടെ തെങ്ങിൻ തൈയാണ്. ഞങ്ങളുടെ കണ്ണിമാങ്ങ ഉണ്ടാകുന്ന മരമാണ്. കണ്ണിമാങ്ങ കുറേ ഉണ്ടാവും. ഇത്രയോ ആളൊക്കെ വന്ന് പെറുക്കിക്കൊണ്ടെന്നാണ്. ഇത് ഞങ്ങളുടെ ഇടയാണ്. ഇത് ഞങ്ങൾ ഏത് സമയവും അല്ല ഇതിൽ കുറേ വെള്ളമൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളം നിറഞ്ഞ നല്ല എത്രയോ വെള്ളം നിറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് തോണിയൊക്കെ ഇടാം. ചെറിയ പ്രളയകാലത്തൊക്കെ പ്രളയകാലത്തെ നിറച്ച് വെള്ളമായിരുന്നു. വെള്ളം അടക്കമായിരിക്കും. ഇത് ഞങ്ങളുടെ സ്വന്തം ഇടയാണ്. മറ്റൊരാളെ ഇടയായിരുന്നു വലിയ. ഇത് സ്വന്തം ഇടയാണ്. ഇതിൽ നിറച്ച് വെള്ളം നിറയും. നമുക്ക് താഴോട്ട് പോവാം. അല്ല മേലോട്ട് പോവാം. നമുക്ക് മേലോട്ടേക്ക് പോകാം. കുഞ്ഞിൻ്റെ കോയിൻ്റെ അടുത്തേക്ക്. കുറേ മരങ്ങളെ പരിചയപ്പെടുത്തി. ഇതായത് മാവാണ്. ഞങ്ങൾ കുറേ ഇതൊക്കെ കാണിച്ചില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മരങ്ങൾ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ബൈ ബൈ.